ഒരുപാട് കാലം എല്ലാ കോൺഗ്രസ്സുകാരും എല്ലാ BJP-ക്കാരും ഇടതുപക്ഷ വിരുദ്ധരാകെ ഉച്ചത്തിൽ പറഞ്ഞു ഇടതുപക്ഷം വികസന വിരുദ്ധരാണെന്ന്. അവർ വന്നാൽ നിക്ഷേപങ്ങളിൽ ഉണ്ടാകാതെ പോകുന്നു, അവരെല്ലാത്തിൻ്റെയും വഴിമുടക്കുമെന്ന് പ്രചരിപ്പിച്ചു. ആ പ്രചാരവേല അമ്പെ പൊളിയാണെന്ന് കോൺഗ്രസിൻ്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ തന്നെ ഇന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഇതാണ് വലിയ മാറ്റം. ആ വാക്കുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞ മോദി സ്തുതിയെ ഞങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നടപടിയെപ്പറ്റിയും വ്യവസായ രംഗത്തെ പുരോഗതിയെപ്പറ്റിയും പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്രയും ശരിയാണെന്ന് കേരളം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനിന്ന് ശ്രീ കുഞ്ഞാലിക്കുട്ടിയെ കേട്ടു, UDF നേതാവ്, ലീഗ് നേതാവ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, പഴയൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് TV തോമസിനെ പറ്റിയാണ്. സഖാവ് TV തോമസ് നടപ്പിലാക്കിയ വ്യവസായ രംഗത്തെ നടപടിയെപ്പറ്റി അദ്ദേഹം ശ്ലാഘിച്ചു. എന്ന് പറഞ്ഞാൽ UDF ഭാഗത്തുള്ളവർക്ക് എല്ലാവർക്കും ഒന്നിനു പുറകെ ഒന്നായി ഈ നേതാക്കന്മാരെയെല്ലാം, അത് സഖാവ് TV തോമസ് മുതൽ സഖാവ് P രാജീവ് വരെയുള്ള LDF ഇടതുപക്ഷ നേതാക്കന്മാരെ പിന്താങ്ങേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അവർ വാഴ്ത്തുകയാണ്. വളരെ ശരിയാണത്. അച്യുതാനന്ദൻ ഗവൺമെൻറ്റിന് ശേഷം, അത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്, ആ ഗവൺമെൻറ്റിന് ശേഷം ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുണ്ടാക്കിയ വികസന മുന്നേറ്റത്തെപ്പറ്റി ആർക്കും ഏറെക്കാലം കണ്ണടച്ചു പിടിക്കാൻ പറ്റില്ല. ആ ഗവൺമെൻറ് മുതൽ, അച്യുതാനന്ദൻ ഗവൺമെൻറ് മുതൽ ഇന്നോളമുള്ള എല്ലാ ഇടതുപക്ഷ നേതാക്കന്മാരും നയിച്ച ഗവൺമെൻറ്റുകൾ, മുഖ്യമന്ത്രിമാരാകട്ടെ വ്യവസായ മന്ത്രിമാരാകട്ടെ, എല്ലാ നേതാക്കന്മാരും ഇടതുപക്ഷക്കാരാണോ? അവരെല്ലാം നടത്തിയ ഭരണത്തിൻ്റെയും നയങ്ങളുടെയും ഫലമായിട്ട് കേരളം നേടിയ നേട്ടങ്ങളെ തമസ്കരിക്കാൻ ആർക്കും പറ്റില്ല. അവർക്ക് എപ്പോഴെങ്കിലും അത് ശരിവയ്ക്കേണ്ടി വരും. അതാണ് തരൂർ ചൂണ്ടിക്കാണിക്കുന്നത്. TV തോമസിൻ്റെ കാലത്താണ് ഈ നാട്ടിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇൻഡസ്ട്രിയൽ പാർക്സ് ഉണ്ടായി, വ്യവസായ പാർക്കുകൾ. അന്ന് ലോകം ഇലക്ട്രോണിക്സ് എന്ന വാക്ക് കേട്ടിട്ടേയില്ല. AI പറ്റി ആരും അന്ന് സ്വപ്നം പോലും കണ്ടു കാണില്ല. പക്ഷെ അന്ന് ഇവിടെ കെൽട്രോൺ വന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇലക്ട്രോണിക്സ് രംഗത്തിൽ വലിയ സ്ഥാപനം വന്നു, കെൽട്രോൺ. അതാണ് ഇടതുപക്ഷം, അതാണ് TV തോമസ്, അതാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ പാതയിലൂടെയാണ് P രാജീവ് അടക്കമുള്ള നേതാക്കന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, സഖാവ് TVയുടെ കാലത്ത് ഈ ആധുനികമായിട്ടുള്ള രംഗത്തെല്ലാമുള്ള പുരോഗതിക്കൊപ്പം പരമ്പരാഗത മേഖലയെ, വ്യവസായങ്ങളെ പൂർണ്ണമായിട്ട് ഉയർത്തിപ്പിടിച്ചു ഇടതുപക്ഷം. കയറിനെ, കശുവണ്ടിയെ, കൈത്തറിയെ, അത്തരം ഒരു പരമ്പരാഗത മേഖലയെയും ഇടതുപക്ഷം അന്ന് മറന്നില്ല, ഇപ്പോഴും മറക്കുന്നില്ല. പരമ്പരാഗത മേഖലയിലെ മനുഷ്യരെ, തൊഴിലാളികളെ, പാവങ്ങളെ ചേർത്ത് പിടിക്കാൻ സഖാവ് TVയുടെ കാലത്ത് ശ്രമിച്ച ആ ശ്രമങ്ങളുടെ പാത പിൻപറ്റിക്കൊണ്ട് ഈ ബജറ്റിൽ സഖാവ് ബാലഗോപാലൻ ആകാവുന്നതുപോലെ കൈത്തറി മേഖലയിലെ, കശുവണ്ടി മേഖലയിലെ, കയർ മേഖലയിലെ, അങ്ങനെ പരമ്പരാഗത മേഖലയിൽ ആകെയുള്ള തൊഴിലാളികളെ മറക്കാതെ ചേർത്ത് പിടിക്കാൻ ഇപ്പോൾ ഈ ബജറ്റിൽ ശ്രമിച്ചിട്ടുണ്ട് സഖാവ് ബാലഗോപാലൻ. അങ്ങനെ ഇടതുപക്ഷം ഇതിനെ തരൂരിനെ പോലുള്ള നേതാക്കന്മാർക്ക് കണ്ണടച്ചു പിടിക്കാൻ കഴിയില്ല. അവരതിനെ വീണ്ടും വീണ്ടും സമ്മതിക്കേണ്ടി വരും. നിങ്ങൾ കണ്ടല്ലോ ആരൊക്കെയാണ് എതിർത്തത്. VD സതീശൻ, രമേശ് ചെന്നിത്തല, MM ഹസൻ, KC വേണുഗോപാൽ. പരസ്പരം കണ്ടാൽ മിണ്ടാത്തവരെല്ലാം കൈകോർത്ത് പിടിച്ച് പറഞ്ഞു, ഷട്ടപ്പെന്ന് പറഞ്ഞു തരൂരിനോട്. അവരെല്ലാം ചേർന്ന് പറഞ്ഞിട്ടും തരൂർ പറഞ്ഞു, ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന്. ഇടതുപക്ഷം ശരിയാണ്, ആ രാഷ്ട്രീയം ശരിയാണ്, അതിൻ്റെ വ്യവസായ കാഴ്ചപ്പാട് ശരിയാണ്, വികസന കാഴ്ചപ്പാട് ശരിയാണ്.